KS എക്സാം എഴുതുന്ന ആൾക്കാർ ആദ്യം മുതൽ കേൾക്കുന്ന പേരുകളായിരിക്കും ഈ സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 കാറ്റഗറി എന്നുള്ളത്. അപ്പോൾ എന്താണ് സ്ട്രീം 1, സ്ട്രീം 2, സ്ട്രീം 3 എന്ന് നമുക്കൊന്ന് നോക്കാം. സ്ട്രീം 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലൂടെ ഓപ്പൺ കാറ്റഗറി അഥവാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലാത്ത ജനറൽ ആയിട്ടുള്ള ആർക്കും എക്സാം കോമ്പറ്റേറ്റ് ചെയ്യാവുന്ന ഒരു സ്ട്രീമാണെന്ത് സ്ട്രീം 1 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ട്രീം 2ഉം സ്ട്രീം 3യും ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്ട്രീം 2 എന്നുള്ളത് ഡിക്ലെയർഡ് ആയിട്ടുള്ള പ്രൊബേഷനേഴ്സ് അഥവാ പ്രൊബേഷൻ ഡിക്ലെയർഡ് ചെയ്ത ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് എന്ത് സ്ട്രീം 2 കാറ്റഗറി കേസ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രീം 3 എന്ന് പറയുന്നത് ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസേഴ്സോ അതിന് മുകളിലോ ഉള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും അതിന് ഇക്വാലൻ്റ് ആയിട്ട് KS നോട്ടിഫിക്കേഷനിൽ അല്ലെങ്കിൽ KS റൂൾസിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ഗവൺമെൻറ്റിൽ സർവീസിലുള്ള ആൾക്കാർക്കും എഴുതാൻ പറ്റുന്നതാണ് എന്ത് സ്ട്രീം 3 എന്നുള്ളത്. അപ്പം 3 കാറ്റഗറി ഒന്നുകൂടെ ഓർപ്പിക്കാം. സ്ട്രീം 1 ഓപ്പൺ കാറ്റഗറി പുറത്തുനിന്നുള്ള ആൾക്കാർ എഴുതുന്നെങ്കിൽ സ്ട്രീം 2ഉം സ്ട്രീം 3യും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആൾക്കാരും ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസോ അതിന് മുകളിലോ അതിന് ഇക്വാലൻ്റോ ആയി ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ആൾക്കാർക്കോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വരുന്ന ഒരു പ്രധാന വ്യത്യാസം ഇവരുടെ ഏജ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് ഏജ് കാറ്റഗറി ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സ്ട്രീം 1 കാറ്റഗറി ആൾക്കാർക്ക് 21 മുതൽ 32 വയസ്സ് വരെയാണ് ഏജ് എങ്കിൽ സ്ട്രീം 2 കാറ്റഗറി ആൾക്കാർക്ക് 21 മുതൽ 40 വയസ്സ് വരെ KS എക്സാം അറ്റൻഡ് ചെയ്യാം. സ്ട്രീം 3 കാറ്റഗറി ആണെങ്കിൽ 50 വയസ്സിൽ കുറയുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം KS എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ജനുവരി ആണ് ഈ 50 വയസ്സ് എന്നുള്ളതിന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ മനസ്സിലാക്കാം. ഹോപ്പ് നിങ്ങൾക്ക് എന്താണ് സ്ട്രീം 1, എന്താണ് സ്ട്രീം 2, എന്താണ് സ്ട്രീം 3 എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഡൗട്ട് വേണ്ട. എല്ലാ കാറ്റഗറി ആൾക്കാർക്കും UGC അഥവാ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഒരു ഡിഗ്രി എന്നുള്ളതാണ് എന്ത് ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ.